ഹലോ അസ്സലാമലൈക്കും നമസ്കാരം. നമ്മളെ പോലുള്ള സാധാരണ ആളുകൾക്ക് വേണ്ടിയിട്ട് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നല്ല ഭംഗിയിൽ ഡിസൈൻ ചെയ്ത ഒരു കുഞ്ഞു വീടാണ് കേട്ടോ ഞങ്ങൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. വെറും 16 ലക്ഷം രൂപക്ക് 4 സെന്റ് സ്ഥലത്ത് 670 സ്ക്വയർ ഫീറ്റിൽ 2 ബെഡ്റൂമോട് കൂടിയിട്ടാണ് കേട്ടോ ഈ വീട് വരുന്നത്. നമ്മുടെ ഈ മനോഹരമായ വീട് മലപ്പുറം ജില്ലയിലെ കൂട്ടായി വാടിക്കലുള്ള ജഫർ ബുഷറ ദമ്പതികളുടെ വീടാണ് കേട്ടോ. അപ്പൊ ഈ മനോഹരമായ വീടിന്റെ കൂടുതൽ വിശേഷങ്ങളൊക്കെ അറിയണ്ടേ? അതിന് മുന്നായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ. ഇതുപോലുള്ള ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള വീടുകളാണ് നിങ്ങൾക്ക് കാണാൻ ഇഷ്ടമെന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വെൽക്കം ബാക്ക് ടു ഹൈസം വ്ലോഗ്സ്. പുറമേ നിന്ന് നോക്കുമ്പോഴേ ഏതൊരാൾക്കും ഇഷ്ടപ്പെടുന്ന തരത്തിൽ അത്രയും മനോഹരമായിട്ടാണ് കേട്ടോ വീടിൻ്റെ എക്സ്റ്റീരിയർ ഇവിടെ ചെയ്തിട്ടുള്ളത്. ഒരു പോളി കളർ തീമിലാണ് മെയിൻ ഷോവാൾ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത്. ഒരു ലൈറ്റ് ആൻഡ് ഡാർക്ക് ഗ്രേ ഷെയ്ഡിൽ നല്ല ഭംഗിയിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അവിടെ ദേ ബോർഡേഴ്സൊക്കെ ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വൈറ്റ് കളറിലാണ് പെയിൻറ്റിങ് കൊടുത്തിട്ടുള്ളത്. ഇനി ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഒന്ന് നോക്കിയേ, നമ്മുടെ വീടിന്റെ എക്സ്റ്റീരിയറിനെ വേറെ തന്നെ ഭംഗിയാക്കുന്നതിൽ മെയിൻ പങ്ക് എന്ന് പറയുന്നത് ഈ ഒരു വോളിനാണ് കേട്ടോ. ഇത് പടവാണ്, അവിടെ ഒരു റിങ് കൊടുത്തിട്ട് റെയിലിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് വേറെ തന്നെ ഒരു ഭംഗിയുണ്ട് കേട്ടോ. ബ്രിക്കിന്റെ ഡിസൈനിൽ നല്ല അടിപൊളിയായിട്ട് പെയിന്റിംഗ് ആണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ഈ വീടിന്റെ വ്യൂ ഫ്രണ്ടിൽ നിന്ന് മാത്രമല്ല കേട്ടോ, സൈഡിൽ നിന്നും നല്ല അടിപൊളി വ്യൂ കിട്ടുന്ന രീതിക്ക് ഒരു റെയിലിങ്ങും ഒരു ബോക്സ് ടൈപ്പ് ഡിസൈനും ആ ഒരു ബ്രിക്ക് ഷെയ്ഡിൽ വരുന്ന പെയിന്റിംഗ് ഒക്കെ ഈ സൈഡിലായിട്ടും വരുന്നുണ്ട്. ഇനിയിപ്പോൾ ഫ്രണ്ടിലെ മുകളിലായിട്ടും ആ ഒരു ബ്രിക്ക് ഷെയ്ഡിൽ പെയിന്റിംഗ് കൊടുത്തിട്ടുണ്ട്. കൂടാതെ അവിടെ നമ്മൾ ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ ഒരു പ്ലാസ്റ്ററിങ് ഡിസൈനൊക്കെ അവിടെ വരുന്നുണ്ട് കേട്ടോ. ഒരു വെറൈറ്റി എക്സ്റ്റീരിയർ ലുക്ക് തന്നെയല്ലത്. ആ ഒരു ലുക്കിനെ ഒന്നുകൂടെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒത്തിരി എക്സ് ലൈറ്റ്സും മറ്റു LED ലൈറ്റ്സ് ഒക്കെ കൊടുത്തതുകൊണ്ട് തന്നെ നൈറ്റ് വ്യൂ വന്നിട്ടും അടിപൊളി തന്നെയാണ് കേട്ടാ. അപ്പൊ നമ്മുടെ വീടിന്റെ എക്സ്റ്റീരിയർ ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് പറയണേ. എനിക്കൊരു കാര്യം പറയാണ്ട്, ആ ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്തി പൊട്ടിക്കണേ. അപ്പൊ കേട്ടല്ലോ നിങ്ങള്. ഇനി സിറ്റ് ഔട്ടിലെ വിശേഷങ്ങൾ നോക്കിയാലോ. ഇനി നമ്മൾ സിറ്റ് ഔട്ടിലേക്ക് വരുമ്പോൾ 3 സ്റ്റെപ്പ് കൊടുത്തിട്ട് അത്യാവശ്യം ഹൈറ്റിലാണ് കേട്ടോ ഇവിടെ സിറ്റ് ഔട്ട് ചെയ്തിട്ടുള്ളത്. നീളത്തിൽ 3 സ്റ്റെപ്പ് ഒരേ വലിപ്പത്തിലാണ് വരുന്നത്. ബേസിലായിട്ട് ഗ്രാനൈറ്റ് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. കൂടാതെ സിറ്റ് ഔട്ടിന്റെ ബോർഡറിലായിട്ട് ഗ്രാനൈറ്റ് വരുന്നുണ്ട്. അല്ലാതെ ടോട്ടലി മാർബിൾ ആണ് കേട്ടോ ഇട്ടിട്ടുള്ളത്. ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു പില്ലർ കൊടുത്തിട്ട് ഒരു സിറ്റിംഗ് ഏരിയ ചെയ്തിട്ടുണ്ട്. നമ്മുടെ സിറ്റിംഗ് ഏരിയയിലായിട്ട് ഗ്രാനൈറ്റും നമ്മൾ പില്ലറിലേക്ക് വരാണെങ്കിൽ അവിടെ ടൈലും ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. ഇവിടെ വോളിലായിട്ട് ഒരു പറഗോള ഗ്ലാസ് ഡിസൈൻ കൂടി വരുന്നുണ്ട്. ഇനി നമ്മൾ മെയിൻ ഡോറിലേക്ക് വരുമ്പോൾ മഹാഗണി വുഡിൽ ഡിസൈൻ ചെയ്ത ഒരു ഡബിൾ ഡോർ ആണ് കേട്ടോ ഈ കാണുന്നത്. ഡോറിലായിട്ട് 2 സ്റ്റീലിന്റെ ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. മുകളിലേക്ക് വരുമ്പോൾ മാഷാ അല്ലാഹ് എന്ന് എഴുതിയ ഒരു അറബിക് ഫ്രെയിം കൂടി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ അകത്തേക്ക് വരുമ്പോൾ 8x12 സൈസിലാണ് കേട്ടോ ഇവിടെ ഈ ഒരു ഹോൾ വന്നിട്ടുള്ളത്. ഡോർ തുറന്ന് കയറി വരുമ്പോഴേ അത്യാവശ്യം വലിയൊരു ഹാളിലേക്കാണ് കേട്ടോ നമ്മൾ എത്തുന്നത്. 670 സ്ക്വയർ ഫീറ്റിൽ അത്യാവശ്യം വലിയൊരു ഹാൾ തന്നെ ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇവിടെ ലിവിങ് ഡൈനിങ് എന്ന് പറഞ്ഞിട്ട് പ്രത്യേകിച്ച് പാർട്ടീഷൻ ഒന്നും കൊടുത്തിട്ടില്ല. ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ആയിട്ട് നമ്മുടെ ലിവിങ് സ്പേസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മുടെ മെയിൻ ഡോർ തുറന്ന് കയറി വരുമ്പോൾ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇവിടെ ലിവിങ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇവിടെ പാർട്ടീഷൻ ഒന്നും വരുന്നില്ലെങ്കിലും നമ്മുടെ ഡൈനിങ്ങും ലിവിങ്ങും കൂടി അത്യാവശ്യം സ്പേസ് വരുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോ നമ്മുടെ ഈ ഒരു സോഫ വന്നിട്ട് ഒരു വുഡൻ ബ്ലാക്ക് കളർ തീമിൽ 3 പേർക്ക് ഇരിക്കാൻ കഴിയുന്ന തരത്തിലാണ് വരുന്നത്. ബാക്ക് ബോളിലായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു പറഗോള ഗ്ലാസ് ഡിസൈൻ വരുന്നുണ്ട്. പിന്നെ നമ്മുടെ ഈ സോഫയ്ക്ക് ഏകദേശം ഒരു 7000 രൂപയാണ് ആയിട്ടുള്ളത്. ഇനിയിപ്പോൾ അവിടുന്ന് നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ആയിട്ടാണ് നമ്മുടെ ഡൈനിങ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം ഈ സ്പേസിലേക്ക് ഒതുങ്ങിയ ഒരു ടേബിളും നമ്മുടെ ചെയർ വന്നിട്ടും നല്ല ക്വാളിറ്റിയിലൊക്കെ വരുന്ന ചെയർ തന്നെയാണ് കേട്ടോ. ഏകദേശം 16000 രൂപയാണ് കേട്ടോ ഈ ഒരു സെറ്റിനായിട്ടുള്ളത്. ഇവിടെ വെന്റിലേഷന് വേണ്ടിയിട്ട് ഈ വോളിലായിട്ട് ഒരു 3 ഡോർ വിൻഡോ വരുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ആയിട്ടാണ് നമ്മുടെ വാഷ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ബഡ്ജറ്റ് ആയിട്ട് വരുന്ന വീടുകൾ ചെയ്യുന്ന സമയത്ത് പലരും പറയാറുണ്ട് ഈ ലിവിങ്ങും ഡൈനിങ്ങും വാഷ് ഏരിയ ഒക്കെ അടുത്തായിട്ട് വരുമ്പോൾ അതൊരു ബോറായിട്ട് തോന്നുന്നുണ്ട് കമന്റിലൂടെ പറയാറുണ്ട്. പക്ഷെ ഇവിടെ നമ്മുടെ ലിവിങ് ആയാലും ഡൈനിങ് ആയാലും ഒപ്പം ഇത്രയും സ്പേസ് കൊടുത്തിട്ടാണ് ഇവിടെ നമ്മുടെ വാഷ് ഏരിയയും ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇനി നമ്മൾ നമ്മുടെ വാഷ് ഏരിയയിലേക്ക് വരികയാണെങ്കിൽ വൈറ്റ് ആൻഡ് ബ്ലാക്ക് തീമിൽ നല്ല അടിപൊളിയായിട്ട് ഒരു വാഷ് ബേസിന്റെ സെറ്റ് ആണ് കേട്ടോ ഇത്. ഈ സെറ്റിന് ഏകദേശം ഒരു 8000 രൂപയാണ് കേട്ടോ ആയിട്ടുള്ളത്. ഇവിടെ ഒരു കുഞ്ഞു LED ലൈറ്റ് മിറർ വരുന്നുണ്ട്. കൂടാതെ 2 ഭാഗത്തായിട്ട് ഇതുപോലെ സ്റ്റോറേജ് ബോക്സ് കൊടുത്തിട്ട് അതിനുള്ളിലായിട്ടൊക്കെ ലൈറ്റ് വെച്ചതുകൊണ്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. ഇനിയിപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഞാൻ വേറൊരു സംഭവം കാണിച്ചു തരാം. നമ്മുടെ ഡൈനിങ്ങിൽ നിന്നും ലിവിങ്ങിൽ നിന്നും കാണാൻ പറ്റുന്ന രീതിക്ക് ഇവിടെ ആയിട്ട് ഒരു TV യൂണിറ്റിനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അവിടെ ആ ഒരു വോളിനെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബ്രൗൺ ഷെയ്ഡിൽ പെയിന്റിംഗ് ആണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. കൂടാതെ നടുക്കായിട്ട് നമ്മുടെ TV യൂണിറ്റിനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. താഴെയായിട്ട് അലുമിനിയം ഫാബ്രിക്കേഷനിൽ ഇതുപോലെ സ്റ്റോറേജ് ബോക്സ് ആണ് കേട്ടോ സെറ്റ് ചെയ്തിട്ടുള്ളത്.
ഇവിടെ ആയിട്ട് തന്നെ നമ്മുടെ സ്റ്റെയർ വരുന്നുണ്ട്. അതിന്റെ രണ്ട് വശത്തായിട്ടാണ് കേട്ടോ 2 ബെഡ്റൂംസും കൂടാതെ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ആയിട്ട് ഹാളിലെ കോമൺ ബാത്റൂമും വരുന്നുണ്ട്. അതിനു മുന്നായിട്ട് ഇവിടുത്തെ സീലിംഗ് നോക്കുകയാണെങ്കിൽ ഇതാ 2 വശത്തു കൂടെ ആയിട്ടും ഒത്തിരി LED ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. കൂടാതെ നടുക്കായിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഹാങ്ങിങ് ലൈറ്റ് ആണ് കേട്ടോ ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ്. അപ്പൊ ഇനി നമ്മൾ നമ്മുടെ ആദ്യത്തെ ബെഡ്റൂമിലേക്ക് പോകുന്നതിന്റെ മുന്നായിട്ട് ഇവിടെ സ്റ്റെയർ ഒന്ന് നോക്കുകയാണെങ്കിൽ സ്റ്റെയറിലായിട്ട് മാർബിളും ഗ്രാനൈറ്റും കൂടി കൊടുത്തിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ഹാൻഡ് റെയിലിംഗ് വരുന്നില്ല കേട്ടോ. അങ്ങനെ നമ്മൾ ആദ്യത്തെ ബെഡ്റൂം നോക്കുകയാണെങ്കിൽ 10x10 സൈസിലാണ് കേട്ടോ ഈ റൂം വന്നിട്ടുള്ളത്. ഇവിടെ ഈ ഒരു കോർണറിലായിട്ട് തന്നെ ഒരു കോട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി ഇതേ 2 വശത്തെ വോളിലായിട്ട് നോക്കുകയാണെങ്കിലും 3 ഡോർ വിൻഡോ ആണ് വരുന്നത്. കർട്ടൻസ് കൊടുത്തിട്ടില്ല കേട്ടോ. ഇനിയിപ്പോ ഇതേ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ആയിട്ട് നമ്മുടെ വാർഡ്രോബ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു വുഡൻ തീമിൽ അലുമിനിയം ഫാബ്രിക്കേഷനിലാണ് കേട്ടോ ഇത് ചെയ്തിട്ടുള്ളത്. മുകളിലേക്ക് വരാണെങ്കിൽ ഒരു സ്റ്റോറേജ് സ്പേസ് കൂടി അവിടെ കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോ ഇതേ ഇവിടെ സീലിംഗിലായിട്ട് LED ലൈറ്റ്സ് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ഹാളിലെ കോമൺ ബാത്റൂം നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല സൗകര്യത്തിൽ വരുന്ന ഒരു ബാത്റൂം തന്നെയാണ്. ഇന്ത്യൻ ക്ലോസറ്റ് ആണ് കേട്ടോ വരുന്നത്. ശേഷം നമ്മളിതേ നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂം ആണ് നോക്കുന്നത്. ഈ ബെഡ്റൂം വന്നിട്ടും 10x10 സൈസിൽ വളരെ സിമ്പിൾ ആയിട്ട് ഡിസൈൻ ചെയ്ത ഒരു ബെഡ്റൂം തന്നെയാണ് കേട്ടോ. ഇവിടെ ഈ ഒരു കോർണറിലായിട്ട് വുഡിന്റെ ഒരു ഫാമിലി റെഡിമെയ്ഡ് കോട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അവിടെ ഹെഡ് ബോർഡ് ഒക്കെ വന്നിട്ട് അത്യാവശ്യം വലിയൊരു ബോർഡ് തന്നെയാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. ഇനിയിപ്പത്തെ ബാക്ക് ബോർഡിലേക്ക് വരാണെങ്കിൽ ഒരു 3 ഡോർ വിൻഡോയും ഈ ഭാഗത്തെ ബോർഡിലായിട്ട് ഒരു ഡബിൾ ഡോർ വിൻഡോയും വരുന്നുണ്ട്. കർട്ടൻ കൊടുത്തിട്ടില്ല. ഈ റൂമിലായിട്ട് ഇതേ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. കൂടാതെ ഈ ഭാഗത്ത് വോളിലായിട്ട് അത്യാവശ്യം വലിയൊരു വാർഡ്രോബാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ നേരത്തെ റൂമിൽ കണ്ട പോലെ തന്നെ അലുമിനിയം ഫാബ്രിക്കേഷനിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ഈ റൂമിലായിട്ട് മുകളിൽ ഒരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. കൂടാതെ സീലിംഗിലായിട്ട് 4 വശത്തായിട്ട് 4 LED ലൈറ്റ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇനിയിപ്പോ ഈ റൂമിലെ ബാത്റൂം നോക്കുകയാണെങ്കിൽ ഒരു ലൈറ്റ് ഗ്രേ ആൻഡ് വൈറ്റ് കളർ തീമിൽ നല്ല അടിപൊളിയായിട്ട് ടൈലൊക്കെ കൊടുത്തിട്ടുണ്ട്. വാഷ് ഏരിയന്റെ യൂണിറ്റും വരുന്നുണ്ട്. അപ്പൊ ഇനി നമുക്ക് നമ്മുടെ കിച്ചന്റെ വിശേഷങ്ങൾ നോക്കില്ലേ. അതിനു മുന്നായിട്ട് ഞാൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം പറഞ്ഞോട്ടെ. നമ്മൾ ഈ 680 സ്ക്വയർ ഫീറ്റ് എന്ന് പറഞ്ഞത് നമ്മളിപ്പോ കണ്ട ഈ ഒരു ഭാഗമാണ് കേട്ടോ. ഇവിടെ കിച്ചന്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടില്ല. അപ്പൊ നമുക്ക് അതൊന്ന് ജസ്റ്റ് കണ്ടുവരാവേ. ഇവിടെ ഹോളിൽ നിന്ന് 2 സ്റ്റെപ്പ് താഴെയായിട്ടാണ് കേട്ടോ നമ്മുടെ കിച്ചന്റെ ആ ഒരു ഭാഗം വരുന്നത്. അവിടെ ജസ്റ്റ് 2 വശത്തായിട്ട് ഡോർ കൊടുത്തിട്ട് ഒരു പാസേജ് ചെയ്തിട്ടുണ്ട്. അവിടെ നിന്നാണ് നമ്മുടെ കിച്ചണിലോട്ടുള്ള ആ ഒരു ഇത് വരുന്നത്. അപ്പൊ ഇതിലൂടെ നമ്മുടെ കിച്ചൺ കൂടി ഇൻക്ലൂഡ് ആയിട്ട് വരുമ്പോൾ ഏകദേശം ഒരു 800 സ്ക്വയർ ഫീറ്റിനുള്ളിലൊക്കെ ആയിട്ട് വരും. അപ്പൊ എങ്ങനെയാ ഈ വീട് നിങ്ങൾക്ക് ഇഷ്ടമായോ? ഈ വീടിന്റെ സൈസും പ്ലാനും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, ഒരു 800 സ്ക്വയർ ഫീറ്റിലൊക്കെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വീട് വെക്കാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊക്കെ പറ്റിയ കറക്റ്റ് ഒരു പ്ലാനിലാണ് കേട്ടോ ഇത് വരുന്നത്. പിന്നെ ഈ വീടിന്റെ കിച്ചൺ കൂടി കംപ്ലീറ്റ് ആയിരുന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ അടിപൊളിയായിരുന്നു അല്ലേ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.